നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ ഫോൺ പതുക്കെ പതുക്കെ. ഹലോ, ഞാൻ ഗിരിയ. എന്താ ഏടാ? ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്തോ? ചെയ്തു. കാര്യങ്ങളൊക്കെ കൊച്ചമ്മ വിചാരിച്ച പോലെ തന്നെ നടന്നു. എന്നിട്ട് വീഡിയോ എത്തിക്കാൻ പറഞ്ഞെടുത്ത് തന്നെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഫലം കാണുകയും ചെയ്തു. ആ സുജാതയും അവരുടെ ഭർത്താവും കൂടെ കല്യാണം വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനത്തിലാ. ആണോ? അതെ കൊച്ചമ്മേ. അവരിപ്പോ അവളുടെ വീട്ടിലേക്ക് വരും. കൊച്ചമ്മ കൂടെ അങ്ങോട്ട് വരികയാണെങ്കിൽ ആ കാഴ്ച കണ്ണു നിറച്ച് കാണാം. ഞാൻ വരുവടാ. അതിലും മനോഹരായ എന്ത് കാഴ്ച എനിക്ക് കാണാനുള്ളത്. ഞാൻ പെട്ടെന്ന് തന്നെ എത്തിയേക്കാം. എന്തായാലും നീ മിടുക്കനാടാ. ഇത്ര പെട്ടെന്ന് നീ എല്ലാം നടത്തി തരുന്ന ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. എങ്കിൽ ശരി. സുജാതെ, കാര്യം ഇവൻ കാശിന് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുന്നവനാണെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചാ അത് വള്ളി പുള്ളി തെറ്റാതെ പറയാനറിയാം. മിടുക്കനാ. എന്താ അമ്മേ? അതെ, പെട്ടെന്ന് ഒരിടം വരെ പോണം. എങ്ങോട്ട്? നീ കരഞ്ഞു കരഞ്ഞൊരു കാര്യം ആവശ്യപ്പെടാറില്ലേ എന്നോട്? നിത്യയുടെ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണോന്ന്. അത് മുടങ്ങാൻ പോവാ. ആ സുജാതയും ഭർത്താവും ഇപ്പൊ ഏട്ടന്റെ മുറ്റത്തെത്തും. ഇങ്ങനെ ഒരുത്തി ഞങ്ങളുടെ മകന്റെ ഭാര്യയായിട്ട് വേണ്ടാന്ന് പറയാം. അതെങ്ങനെയാ അമ്മേ? അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് നേരിട്ട് കാണാം. നീ ഇങ്ങ് പാടാ. വേഗം വാ. ഏട്ടാ, ഏട്ടാ, ഹൂയ്. ഒന്ന് ഇറങ്ങി വാ ഏട്ടാ. ഒരു പാവപ്പെട്ട നളിനി ഇവിടെ ഉമ്മറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അച്ഛനും മോളും കൂടെ അകത്ത് ഒളിച്ചിരിക്കണോ? ഒന്ന് ഇറങ്ങി വന്നാട്ടെ. ഞാനൊന്ന് കണ്ണ് തുറന്ന് കാണട്ടെ രണ്ടെണ്ണത്തിന്. എന്തായിരുന്നു? അച്ഛന്റെ മോളുടെ അഹങ്കാരം അവസാനിച്ചോ? മഹാറാണിയും കുടുംബവും എല്ലാം അവസാനിപ്പിച്ചു പോയല്ലേ? എടി, നീയൊക്കെ ദൈവത്തിനോട് കൈകൂപ്പി യാചിക്കും. പക്ഷേ ദൈവം നിനക്കൊന്നും വേണ്ടി ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. എന്നാലേ ഈ നളിനിക്ക് പോരിക്കോരി തരും. അതുകൊണ്ടാടി ഇതിങ്ങനെയൊക്കെ സംഭവിച്ചത്. എവിടെ നിന്റെ അച്ഛൻ? ഞാനൊന്ന് കാണട്ടെ ആ മഹാനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.